2 ദിവസത്തെ ഞങ്ങൾ അന്നദാതാവാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും പനി കിട്ടി. ഞങ്ങൾ പനിയൊക്കെ കുറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ആൾക്ക് പനി കൊടുത്തിട്ട് സംസാരിക്കാൻ വയ്യ. എനിക്ക് രാവിലെ നല്ല ശ്വാസം മുട്ടാണ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു. നമ്മളെ നോക്കിയാണ് പുള്ളിക്കാരിക്ക് പനി വന്നത്. ഇപ്പോൾ ചണ്ഡീഗഡിലാണ്. ഞങ്ങൾ രാവിലെ എന്തായാലും ലേറ്റായിപ്പോയി. നേരെ പത്താംകോട്ടോട്ടെ അതുവരെ പോകത്തുള്ളൂ. അതിനപ്പുറം പോകുമെന്ന് തോന്നുന്നില്ല. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറി ഒന്ന് നെബുലൈസേഷൻ ചെയ്യണമെന്നുണ്ട്. അപ്പോഴത്തേക്കും ഒന്ന് ഓക്കെ ആവും. അപ്പം ബൈ. താങ്ക് യു. ഇതേ ഓപ്പോസിറ്റ് ഒരു കട കണ്ട് നിർത്തിയതാ. പക്ഷെ അവിടെ പോയപ്പോൾ ബാത്റൂമിൻ്റെ സൈഡാണ് നല്ല സ്മെല്ല്. എനിക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി വന്നപ്പോൾ ഞാൻ പതിയെ അവിടെ നിന്ന് മാറി. അവർ രണ്ടുപേരും ചായ കുടിക്കാതെ തിരിച്ചിറങ്ങി വരുവാണ്. എന്തായാലും നമുക്ക് എവിടെ പോയാലും നമുക്ക് വൃത്തി ബുക്കുവാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആ ഉദ്യമം വേണ്ട എന്ന് വെച്ചിട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് ഏതെങ്കിലും നല്ല ചായക്കട കിട്ടുകയാണെങ്കിൽ ചായ കുടിക്കാമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടെ ചായ കുടിക്കാൻ ഇറങ്ങിയതാ. ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയിട്ട് പാവം പെട്ട് നിൽക്കുന്ന ഒരു യുവതി, കേരള യുവതിയാണ്. ഇപ്പോൾ പഞ്ചാബി ലുല്ലുബിയ, ഇതിൻ്റെ പേരെന്തുവാണ്? പഞ്ചാബി ദുല്ല അല്ല ചുള്ള. നമ്മളെ ചെങ്കച്ചുള്ളയുടെ അടുത്ത പാർട്ടിയാണ്. നമ്മൾ പഞ്ചാബി ചുള്ളയിലാണുള്ളത്. പക്ഷെ പെട്ട് നിൽക്കുന്ന ഒരു യുവതിയുണ്ട്. ചോദിച്ചത് എന്തായിരുന്നു? കിട്ടിയത് എന്തായിരുന്നു? യെസ്. കുടിച്ചോളൂ, ആവശ്യത്തിന് കുടിച്ചോളൂ. ഓൾ ദ ബെസ്റ്റ്. ചൂടൊരു രക്ഷയില്ല. എന്തായാലും വഴിയിൽ കുറച്ച് തണലത്ത് നിർത്തിയിട്ടു. ഭയങ്കര ചൂടാണ്. ഞാൻ വേർത്തൊലിക്കുന്നുണ്ട്. ജ്യൂസ് കുടിക്കാൻ നിർത്തിയതാ. ഇവിടെ 2 റോഡ് കണ്ടു. പിന്നെ ജമ്മുവിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഒന്നൊരു ഷോർട്ട് കട്ടും അതുപോലെ തന്നെ ഒരു ലോങ് ഇത് പത്താംകോട്ട് വഴി ഉള്ള വഴിയും. ഞാൻ കണ്ടു. അതെനിക്ക് തോന്നണേ ഈ പാടം നോക്കുന്നവർ താമസിക്കുന്നതായിരിക്കാം. ഇവിടെ കുറച്ചധികം വീട് കണ്ടു ഭയങ്കര ലുക്കിൽ. ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് ശരിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും നേരം ഇത് നെൽപ്പാടമാണോ ഗോതമ്പ് പാടമാണോ എന്ന് അറിയാതിരിക്കുമായിരുന്നു. എന്നാലിത് നെൽപ്പാടമാണെന്ന് മനസ്സിലായി. ഇതേ കാണുന്നതാണ് വീടുകൾ. ഭയങ്കര രസം. ഈ എന്താ പറയാനാ, ഈ പുല്ലും അങ്ങനെയൊക്കെ കൊണ്ടുണ്ടാക്കിയ കുറച്ച് വീടുകൾ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പാടം പണിക്ക് നിൽക്കുന്നവർ താമസിക്കുന്നതായിരിക്കും. പക്ഷെ ഭയങ്കര മനോഹരമാണത്. ഇവിടെ കുറേ കൃഷി മൊത്തമാണ്. ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ 2 സൈഡിലും എന്ന് പറയുന്നത് പോകുന്ന റൂട്ടിൽ 2 സൈഡും എന്ന് പറയുന്നത് മൊത്തം പാടമാണ്. ഈ പഞ്ചാബിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് പാടത്തിൻ്റെ നടുവിലൂടെ പോകുന്നതാണ്. വീണ്ടും അവൾ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, അവസാനം തിന്നും അടുക്കും മതി. ജമ്മുവിന് 90-93 കിലോമീറ്റർ. ജമ്മുവിന് അത്രയും കിലോമീറ്റർ ഇല്ല. ഞങ്ങളുടെ സ്റ്റേക്കിന് അത്രയും കിലോമീറ്റർ ഉണ്ട്. പക്ഷെ വരണ വഴിയൊക്കെ ഭയങ്കര മോശമാണ്. കാരണം പാലങ്ങളൊന്നും ഇല്ല. പല വീടുകളും തകർന്നടിഞ്ഞ് മോശപ്പെട്ട രീതിയിലാണ് കിടക്കുന്നത്. നമ്മളെ റീറൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ മെയിൻ റോഡ് ഓപ്പൺ തന്നെയാണ്. പക്ഷേ റോഡൊന്നും 2 സൈഡിലും നോക്കുകയാണെങ്കിൽ റോഡൊന്നും ഇല്ല. പാലങ്ങളെല്ലാം ഒലിച്ചു പോയിട്ട് വീടെല്ലാം ഒലിച്ചു പോയിട്ടിരിക്കുകയാണ്. എന്തോ നമ്മുടെ നല്ല ടൈമുള്ളത് കൊണ്ടാവാം. ഇപ്പം നല്ല ക്ലൈമറ്റാണ്. ഭയങ്കര ചൂടാണ്. പക്ഷേ ഇപ്പോൾ മഴയൊന്നുമില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഓക്കെ വരുന്നതേ ഉള്ളൂ. നിഷിക്കൊരു ഡൗട്ട്. ഇവിടുത്തെ വണ്ടിയൊക്കെ നിഷി ഒരു പേരിട്ടു, ചൂല് കെട്ടിയ വണ്ടി. ലോറിക്ക് ചൂല് കെട്ടിയ വണ്ടി. എന്നിട്ട് അതിന്റെ പർപ്പസ് അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടുത്തെ പൊടിയല്ല, അത് തൂക്കിട്ട് പോകും.
വീഡിയോ